ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അറിയത്തില്ലേ? ഞാൻ പറയാം. അപ്പം ഞാൻ എൻ്റെ മീശക്കൂട്ടനെ കൊണ്ടാണ് കേട്ടോ പറമ്പിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇവൻ്റെ പേരൊക്കെ പറഞ്ഞ് നമ്മൾ മീശ എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇടയ്ക്ക് നമ്മൾ മീശ മാധവാന്ന് വിളിക്കുവേ. എനിക്കപ്പോൾ ഇവനെ ഓർക്കുമ്പോൾ എനിക്ക് ആ സിനിമ അങ്ങ് ഓർമ്മ വരും കേട്ടോ. അപ്പം നമ്മൾ കാണിച്ചു തരാൻ പോകുന്ന ഈ കുന്ത്രാണ്ടമാണ് ഗൈസ്. ഇതെന്ത് കുന്ത്രാണ്ടമാണെന്ന് മനസ്സിലായോ? കുന്ത്രാണ്ടം ഒന്നുമല്ല കേട്ടോ, മോസ്റ്റ് അരിക്കൂണാണ്. എന്താണ് ഗൈസ് കുന്ത്രാണ്ടം എന്നൊക്കെ ഇതിനെ പറയാൻ പാടില്ല ഗൈസ്. ഇതാണ് നമ്മുടെ അരിക്കൂന്. എന്താണ് അരിക്കൂന്? അപ്പോൾ ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള അരിക്കൂണാണ്. അരിക്കൂണെന്ന് പറഞ്ഞാലേ ഔഷധ ഗുണമാണ് ഗൈസ്. കാരണം നമ്മുടെ പ്രകൃതി നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് തരുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ കണ്ടില്ലേ മീശക്കൂട്ടനും പറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഗായ്സെ നമ്മൾ വൈകുന്നേരമാണ് കണ്ടത്. ഇത്രയും നേരം പറമ്പിൽ കൂടി നടന്നിട്ടൊന്നും നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം പെട്ടെന്ന് പൊട്ടി മുളച്ച പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. മിനിഞ്ഞാന്ന് ഒരു വലിയ ഇടി മുഴങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂണിടി ആവാനാണ് സാധ്യത. അപ്പോൾ ആ ഇടി മുഴങ്ങിയാൽ നോക്കിയാൽ മതി എന്ത് കൂണുകളുണ്ടാവും. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കൂണുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാകുന്ന ഭാഗം നിങ്ങൾ കണ്ടോ? ഭയങ്കര പറയുക, നമുക്ക് ഭയങ്കര കഷ്ടപ്പാടായിട്ടുള്ള സ്ഥലത്താണ് ഉണ്ടാകുന്നത്. കാരണം ഇത് നല്ല ഔഷധ ഗുണങ്ങളുള്ള, അതായത് നമ്മുടെ കരികില അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വീണ് അവിടുത്തെ ആ മണ്ണ് എന്താവും, നല്ല ഫലഭൂഷ്ഠമായിട്ടുള്ള മണ്ണാവും. അങ്ങനെയുള്ള മണ്ണിലാണ് എന്താകുക, നമ്മുടെ ഈ അരിക്കൂണുകൾ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഈവനിങ് ആയതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുക്കാത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് വേഗം പറിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പറിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. ഇവിടുന്ന് നന്നാക്കാൻ നിൽക്കുന്നില്ല. നന്നാക്കി കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ കൊതുകിൻ്റെ തീറ്റ ആവേണ്ട വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കത്രികയും തലയും നമുക്ക് വേണ്ട, വലിയ ഗെയിമത്തിന് എടുത്തുകൊണ്ട് വന്നു അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ പറിച്ചെടുത്ത് വീട്ടിൽ പോയിട്ട് നമ്മളിത് നന്നാക്കാൻ ഓർക്കുവാണല്ലോ. അപ്പോൾ കൂണ് പറിക്കുമ്പോൾ വലിയൊരു കാര്യം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ചിലർക്കൊന്നും ഇതൊക്കെ അലർജി ആയിരിക്കും, പക്ഷേ എനിക്ക് അലർജി ഇല്ല. പക്ഷേ എൻ്റെ കൈ ഇനി 2-3 ദിവസത്തേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിരിക്കും. നിങ്ങൾ അരിക്കൂൺ കഴിച്ചിട്ടുണ്ടോ ഗൈസ്? കഴിച്ചെങ്കിൽ പറയാൻ മറക്കില്ലേ.